Dears, have you ever wondered how birds know which way to fly? Or how we find our home even when we go to a new place? What if I ask you, where is the sun in the morning? Which side is your school from your house? Interesting, right? Today we are going on a funny journey to know directions and also to know our homeland. So get ready to turn left, right, forward and backward. ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVS 7th യൂണിറ്റ് ആണ്. നോ ദ ഡയറക്ഷൻസ്, നോ അവർ ഹോം ലാൻഡ്. നമ്മുടെ ചാനലിൽ 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS, LSS ക്ലാസ്സുകളും കേറ്ററ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ക്ലാസ്സുകളുമുണ്ട്. ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. മക്കളുടെ EVS ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 122, യൂണിറ്റ് 7, നോ ദി ഡയറക്ഷൻസ്, നോ അവർ ഹോംലാൻഡ്. ഡയറക്ഷൻ എന്താണ് മക്കളെ? ദിക്ക്. ഹോംലാൻഡ് മീൻസ് സ്വദേശം. ദിക്കറിയാം, നാടറിയാം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഈ ഒരു പിക്ചർ തന്നിരിക്കുന്നത് കണ്ടോ? 2 പേര് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയാണ്. അവർക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയേ. ഡോട്ടർ, ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. മോളെ, നമുക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നേ. അപ്പോൾ കുട്ടി എന്താണ് പറയുന്നത്? ഷാൽ വി ചെക്ക് ദ GPS മം? നമുക്ക് GPS നോക്കിയാലോ അമ്മേ? ഡിയേഴ്സ്, ഡോണ്ട് വി ഗോ ഔട്ട് വിത്ത് അവർ ഫാമിലി സംടൈംസ്? We travel by bus, car or scooter, right? Sometimes we may not know the road. We may feel confused. To help us, people now use GPS. GPS tells us where we are. It shows us the road on a phone. നമ്മളൊരു യാത്ര പോവുകയാണെന്ന് കരുതുക. ബസ്സിലോ കാറിലോ സ്കൂട്ടറിലോ ഒക്കെ ആയിക്കോട്ടെ. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ നമുക്ക് അറിയില്ല, വഴി അറിയാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ നമ്മളൊന്ന് ടെൻസ്ഡ് ആവും, കൺഫ്യൂസ്ഡ് ആവും അല്ലേ? ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ട്. അത്തരം സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫോണിലൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഈ GPS എന്ന് പറയുന്നത്. അത് കൃത്യമായി നമുക്ക് വഴി കാണിച്ച് തരും. You might have noticed the use of GPS, Global Positioning System, to find the way while traveling. അതായത് യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ GPS ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? Global Positioning System, GPS, is a satellite-based system that provides users with information about their location and time. ഈ GPS എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് തത്സമയം സ്ഥാനം, സമയം എന്നിവ അറിയാൻ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. വാട്ട് വെയർ ദ മെത്തേഡ്സ് വി യൂസ്ഡ് ടു ഫൈൻഡ് ദ റൂട്ട്സ് ബിഫോർ GPS കെയിം ഇൻ ടു യൂസ്. അതായത് GPS ഒന്നും നിലവാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ വഴി അറിയാൻ നാം ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാവാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബൈ ആസ്കിങ് അതേഴ്സ്, മറ്റുള്ളവരോട് ചോദിച്ച്. വേറെ ഏതൊക്കെ രീതിയിലാണ് മനസ്സിലാക്കിയിരുന്നത് വഴി? ബൈ യൂസിങ് മാപ്സ് ആൻഡ് ബൈ ഫോളോവിങ് റോഡ് സൈൻസ്. Before the implementation of modern systems, we depended on directions in order to find out routes and to determine the location. പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് വഴി കണ്ടെത്താനും സ്ഥാനം നിർണ്ണയിക്കാനുമൊക്കെ ദിക്കുകളെയാണ് നാം ആശ്രയിച്ചിരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ദാറ്റ് യു നോ? നിങ്ങൾക്കറിയാവുന്ന ദിക്കുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ? ദിക്ക് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്? ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് ഒബ്സർവിങ് ദി പൊസിഷൻ ഓഫ് ദി സൺ, സൂര്യൻ്റെ സ്ഥാനം നോക്കി. നെക്സ്റ്റ് വൺ ഒബ്സർവിങ് ഷാഡോസ്, നിഴൽ നോക്കി. ഒബ്സർവിങ് സർട്ടൈൻ സ്റ്റാർസ്, ചില നക്ഷത്രങ്ങളെ നോക്കി. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം മക്കളെ? യൂസിങ് എ കോമ്പസ്. കോമ്പസ് എന്താണ്? വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് നമുക്ക് ദിക്ക് കണ്ടെത്താൻ സാധിക്കും. Let us see how Ahana finds the directions based on the position of the rising sun. അഹാന ഉദയ സൂര്യനെ അടിസ്ഥാനമാക്കി ദിക്കുകൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. In which direction does the sun appear to rise?
സൂര്യൻ ഉദിക്കുന്നതായി കാണപ്പെടുന്നത് ഏത് ദിക്കിലാണ്? ഏത് ദിക്കിലാണ് മക്കളെ? ഈസ്റ്റ് ആണ്, കിഴക്കാണ്. ടു വിച്ച് ഡയറക്ഷൻ ഈസ് അഹാന ഫേസിങ്? ഏത് ദിക്കിലേക്കാണ് അഹാന നോക്കി നിൽക്കുന്നത്? ഈസ്റ്റിലേക്കാണല്ലേ. വിച്ച് ഡയറക്ഷൻ ഈസ് ബിഹൈൻഡ് അഹാന? അതായത് അഹാനയുടെ പിറകുവശം ഏതു ദിക്കിലായിരിക്കുമെന്നാണ്. അഹാന നോക്കി നിൽക്കുന്നത് ഈസ്റ്റിലോട്ടാണ്. സോ ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഏത് വശമാണ്? ഏത് ദിക്കാണ്? വെസ്റ്റ് ആണ്, പടിഞ്ഞാറ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അഹാന? അഹാനയുടെ ഇടത് ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? നോർത്ത് ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓൺ ഹെർ റൈറ്റ് സൈഡ്? അങ്ങനെയാണെങ്കിൽ അഹാനയുടെ വലത് ഭാഗമോ? സൗത്തിലായിരിക്കും അല്ലേ. നോർത്തിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് ആയിരിക്കും, വടക്ക് തെക്ക്. ഹൗ ക്യാൻ വി ഫൈൻഡ് ദി ഡിറക്ഷൻസ് വെൻ ദ സൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്? സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ദിക്ക് കണ്ടെത്തുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ് വി ക്യാൻ ഫൈൻഡ് ദി ഡിറക്ഷൻസ് വെൻ ദ സൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്. അതായത് ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമുക്ക് ദിക്ക് കണ്ടെത്താൻ കഴിയും. എന്താണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വടക്ക് നോക്കി യന്ത്രം. മാഗ്നറ്റിക് കോമ്പസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻസ്. ദർ ഈസ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ ദ സെൻറ്റർ ഓഫ് ദി കോമ്പസ്. ദിസ് നീഡിൽ ഓൾവേസ് പോയിൻറ്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. The specifically marked tip of the needle indicates the north direction. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ദിക്കറിയുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഈ വടക്കുനോക്കി യന്ത്രം. വടക്കുനോക്കി യന്ത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചിയുണ്ട്, മാഗ്നറ്റിക് നീഡിൽ. ഈ സൂചി വടക്ക് തെക്കായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ എപ്പോഴും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സൂചിയിൽ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള അഗ്രമാണ് വടക്കു ദിശയെ സൂചിപ്പിക്കുന്നത്, വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പേജ്. ഷാൽ വി ഹെൽപ്പ് രഹാൻ ടു ഫൈൻഡ് ദി ഡയറക്ഷൻസ് യൂസിങ് എ കോമ്പസ്? വടക്കു നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ രഹാനെ നമുക്ക് സഹായിച്ചാലോ? ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻസ് ടുവേർഡ്സ് വിച്ച് രഹാൻ ഈസ് ഫേസിങ്. അതായത് രഹാൻ ഏത് ദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നതെന്ന് കണ്ടെത്താം. When we observe the needle in the compass which Rehan holds, it can be seen that he is facing the south. അവൻ്റെ കയ്യിലുള്ള ആ ഒരു കോമ്പസ് നോക്കിയേ മക്കളെ, ആ ഒരു വടക്ക് നോക്കി യന്ത്രത്തിലേക്ക് നോക്കിയേ. രഹാൻ്റെ കയ്യിലിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും രഹാൻ തെക്കു വശത്തേക്കാണ് നോക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ദ ഡയറക്ഷൻ ഓൺ രഹാൻസ് ലെഫ്റ്റ് സൈഡ്? രഹാൻ്റെ ഇടതുവശം ഏത് ദിക്കിലാണ്? ഏത് ദിക്കിലാണ്? ഈസ്റ്റ് സൈഡിലാണ് അല്ലേ. നെയിം ദ ഡയറക്ഷൻ ഓൺ രഹാൻസ് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡോ? വെസ്റ്റിലാണ്. ലൈക്ക്വൈസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻസ് ഓഫ് യുവർ ക്ലാസ് റൂം യൂസിങ് എ കോമ്പസ്. ഇതേപോലെ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് താഴെ തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസിന് മക്കൾ കറക്റ്റായിട്ട് ആൻസർ എഴുതണേ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ബ്ലാക്ക് ബോർഡ് ഇൻ ദ ക്ലാസ് റൂം? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഡോർ ഓഫ് ദി ക്ലാസ് റൂം? ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻസ് ആർ ദി വിൻഡോസ് ഓഫ് ദി ക്ലാസ് റൂം? അതായത് ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ് ഏത് ദിശയിലാണ്? ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ്? ക്ലാസ് മുറിയുടെ ജനലുകൾ ഏതൊക്കെ ദിക്കുകളിലുണ്ട്? ഇതൊക്കെ നോക്കിയിട്ട് എഴുതണേ. നെക്സ്റ്റ് എന്താണ്? ലെറ്റ് us മാർക്ക് ദി ഡയറക്ഷൻസ്. ദിക്കുകൾ അടയാളപ്പെടുത്താം. വി ഹാവ് ഓൾറെഡി ഫൗണ്ട് ഔട്ട് ദ ഡയറക്ഷൻസ് ഓഫ് ദി ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഇൻ അവർ ക്ലാസ് റൂം. ലെറ്റ് us ഡ്രോ എ സ്കെച്ച് ഓഫ് ദി ക്ലാസ് റൂം. ഹൗ ആർ ദ ഡയറക്ഷൻസ് മാർക്ഡ് വെൻ യു മേക്ക് എ സ്കെച്ച്? ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകളൊക്കെ നമ്മൾ കണ്ടെത്തിയല്ലോ. ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൽ എങ്ങനെയാണ് ദിക്കുകൾ രേഖപ്പെടുത്തേണ്ടത്? താഴെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ മക്കളെ ബോക്സിൽ. സ്റ്റാൻഡ് ഫേസിങ് ദി നോർത്ത്. പ്ലേസ് ദി പേപ്പർ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആൻഡ് മാർക്ക് ഓൾ ദ 4 ഡയറക്ഷൻസ്. മനസ്സിലായോ? വടക്കിന് അഭിമുഖമായിട്ട് വേണം നിൽക്കാൻ. എന്നിട്ട് പേപ്പർ വടക്ക് തെക്കായി വെച്ച് 4 ദിശകളും അടയാളപ്പെടുത്തണം. വൈൽ ഡ്രോയിങ് ദി സ്കെച്ച് ഓൺ പേപ്പർ മാർക്ക് ദി നോർത്ത് ഓൺ ദ ടോപ്പ് സൈഡ് ഓഫ് ദി പേപ്പർ, സൗത്ത് ഓൺ ദ ബോട്ടം സൈഡ്, ഈസ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് വെസ്റ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. പേപ്പറിൽ സ്കെച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പേപ്പറിൻ്റെ മുകൾ വശം വടക്കായിരിക്കണം, താഴ്വശം തെക്ക്, വലതുവശം കിഴക്ക്,
ഇടതുവശം പടിഞ്ഞാറ്. ഈ രീതിയിൽ വേണം 4 ദിക്കുകളും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. ദി ഡയറക്ഷൻസ് ഷുഡ് ബി മാർക്ക്ഡ് യൂസിങ് ദ ഗിവൺ സിമ്പിൾ. അതായത് ഈ സൈഡിൽ തന്നിരിക്കുന്ന സിമ്പിൾ കണ്ടോ, ഈ സിമ്പിൾ ചിഹ്നം ഉപയോഗിച്ച് വേണം ദിക്കുകൾ സൂചിപ്പിക്കാൻ. സോ ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്? നോർത്ത് ഈസ് ഓൾവേസ് അറ്റ് ദി ടോപ്പ്. എപ്പോഴും മുകളിൽ വരുന്നത് നോർത്ത് ആയിരിക്കും. സൗത്ത് ഈസ് അറ്റ് ദി ബോട്ടം, ഈസ്റ്റ് ഈസ് ഓൺ ദി റൈറ്റ് ആൻഡ് വെസ്റ്റ് ഈസ് ഓൺ ദി ലെഫ്റ്റ്. ആൻഡ് വി ക്യാൻ യൂസ് ലെറ്റേഴ്സ് N, S, E ആൻഡ് W ടു ഷോ ഡയറക്ഷൻസ്. ദിക്കുകൾ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ചിത്രത്തിൽ കണ്ടില്ലേ, N, S, E ആൻഡ് W. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. വേറൊരു കാര്യം കൂടി പറയട്ടെ മക്കളെ, ഡയറക്ഷൻസ് മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ 4 ലെറ്റേഴ്സ് N, E, W, S, ഇതൊന്ന് ചേർത്ത് വെച്ച് നോക്കിയേ. വെൻ വി പുട്ട് ഓൾ 4 ഡയറക്ഷൻസ് ടുഗദർ, അതായത് N പ്ലസ് E പ്ലസ് W പ്ലസ് S, എന്താണ്? യെസ്, ഇറ്റ്സ് ന്യൂസ്. News comes from all directions of the world. That's why it is called news, because information comes from north, east, west and south. Then dears, from where does news comes? Yes, from all directions. നെക്സ്റ്റ് പേജ് നോക്കിയ മക്കളെ, റെപ്രസെൻറ്റ് ദി ഒബ്ജക്ട്സ് ഇൻ ദി ക്ലാസ് റൂം യൂസിങ് ദി സിംബൽസ് ഗിവൺ ബിലോ. അതായത് ക്ലാസ് മുറിയിലെ വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ബ്ലാക്ക് ബോർഡ്, വിൻഡോ, ഡോർ, ഡെസ്ക് ആൻഡ് ബെഞ്ച്. ഈ സിമ്പിൾസ് ഒക്കെ വെച്ച് മക്കളുടെ ക്ലാസ് റൂമിൻ്റെ ഒരു മാപ്പ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ വി ഡ്രോ മാപ്സ് ഓർ പിക്ചേഴ്സ് വി ഡു നോട്ട് ഡ്രോ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ, വി യൂസ് സിമ്പിൾസ് ഫോർ ദിസ്. അതായത് നമ്മൾ മാപ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ എല്ലാ പിക്ചേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാറില്ല, സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസിങ് സിമ്പിൾസ് വിൽ ഹെൽപ്പ് us മേക്ക് ദ മാപ്പ് ക്ലിയറർ. അതായത് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ മാപ്പ് നല്ല ക്ലിയർ ആയിരിക്കും, നമുക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എല്ലാം കൂടി വളരെ കൺജസ്റ്റഡ് ആയിട്ട് വരച്ചു വെക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾസ് ഉപയോഗിച്ച് നമുക്കൊരു മോഡൽ വരച്ചു നോക്കാം. ഏത് വ്യൂവിൽ നമുക്ക് വരയ്ക്കാം മക്കളെ? വി ആർ ഡ്രോയിങ് അവർ ക്ലാസ് റൂം ആസ് ഇഫ് വി ആർ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയിരിക്കും ആ ഒരു രീതിയിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതേ കണ്ടല്ലോ, വെസ്റ്റ് സൈഡിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഡോറ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിൽ 2 വിൻഡോസ് ഉണ്ട്, വെസ്റ്റ് ഭാഗത്തും ഒരു വിൻഡോ ഉണ്ട്. ദെൻ നോർത്തിലോട്ടാണ് ബ്ലാക്ക് ബോർഡ്, ഫ്രണ്ടിലായിട്ട് ബ്ലാക്ക് ബോർഡ് ഉണ്ട്. ബ്ലാക്ക് ബോർഡ് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് ഭാഗത്തായിട്ട് ഡെസ്കും ബെഞ്ചും അറേഞ്ച് ചെയ്തിരിക്കുന്നു. മക്കൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ച് വരച്ച് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us ഫൈൻഡ് ഔട്ട്. നമുക്ക് കണ്ടെത്താം. ഒബ്സർവ് ദി പിക്ചർ ഗിവൺ എബോവ് ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ്. മുകളിൽ തന്നിട്ടുള്ള ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി സ്കൂൾ ഈസ് ദി ലൈബ്രറി? സ്കൂളിൻ്റെ ഏതു ദിശയിലാണ് ലൈബ്രറി? സ്കൂൾ മക്കൾ കണ്ടോ? ഏറ്റവും ടോപ്പിൽ തന്നിരിക്കുന്നതാണ് സ്കൂള്. ടോപ്പ് വരുമ്പോൾ അത് ഏത് ദിക്കാണ് മക്കളെ? ഏത് ഡയറക്ഷനാണ്? നോർത്താണല്ലേ. നോർത്തിൻ്റെ താഴെയായിട്ട് താഴ്ഭാഗത്തായിട്ടാണ് ലൈബ്രറി കാണിച്ചിരിക്കുന്നത്, അതായത് ഓപ്പോസിറ്റ് സൈഡ് സൗത്ത്. സോ സ്കൂൾ വരുന്നത് സൗത്ത് ഭാഗത്തായിട്ടാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഈസ് ദ ലൈബ്രറി? പോസ്റ്റ് ഓഫീസിൻ്റെ ഏതു ദിശയിലാണ് ലൈബ്രറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡ് വരുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ഈസ്റ്റ് ആണല്ലേ. പോസ്റ്റ് ഓഫീസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലൈബ്രറി ഉള്ളത്, അതായത് വെസ്റ്റ് സൈഡിൽ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അഹാന ആൻഡ് റഹാൻ ട്രാവൽ ടു റീച്ച് ദി ഹോസ്പിറ്റൽ ഫ്രം ദെയർ ഹൗസസ് എന്നാണ്. അതായത് അഹാനയ്ക്കും രഹാനും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഏതു ദിശയിൽ സഞ്ചരിക്കണം? അഹാനയുടെയും രഹാൻ്റെയും വീട് മക്കൾ കണ്ടല്ലോ. വീട്ടിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടാണ് ഹോസ്പിറ്റൽ ഉള്ളത്, അതായത് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആണേ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് റഹാൻസ് ഹൗസ് ഈസ് ദി സ്കൂൾ? റഹാൻ്റെ വീടിൻ്റെ ഏതു ദിശയിലാണ് സ്കൂള്? റഹാൻ്റെ വീട് ഏറ്റവും താഴെയാണല്ലേ, ബോട്ടമാണ്, അതായത് സൗത്തിലാണ്. ഏറ്റവും മുകളിലാണ് സ്കൂൾ, സൗത്തിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും ടോപ്പിൽ നോർത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി സ്കൂൾ ഈസ് ദി ഹോസ്പിറ്റൽ? ഈസ് ഇറ്റ് എക്സാക്ട്ലി ഓൺ ദി ഈസ്റ്റ്? സ്കൂളിൻ്റെ ഏതു ദിശയിലാണ് ആശുപത്രി? നേരെ കിഴക്കു തന്നെയാണോ?
സ്കൂൾ മക്കൾ കണ്ടല്ലോ, എക്സാക്ട് നോർത്തിലാണ് സ്കൂൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ടോപ്പിൽ മുകളിലാണ്. പക്ഷെ ഹോസ്പിറ്റലോ എക്സാക്റ്റ് ആയിട്ടുള്ള ഈസ്റ്റിൽ കിഴക്ക് ഭാഗത്താണോ? അല്ല അല്ലേ. സോ ദ ഹോസ്പിറ്റൽ ഈസ് നോട്ട് എക്സാക്ട്ലി ഓൺ ദി ഈസ്റ്റ്, ഇറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ്. റൈറ്റ് സൈഡിലാണ്, ഈസ്റ്റിലാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്കെച്ചിൽ, ഈ ഒരു പിക്ചറിൽ ഒരല്പം താഴെയായിട്ട് ബോട്ടമായിട്ട് സൗത്ത് ഡയറക്ഷനിൽ കൂടിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ. സോ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ സ്ഥാനം വരുന്നത്. ഫ്രെയിം മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ മക്കൾ നിർമ്മിക്കണേ. നെക്സ്റ്റ് പേജ്, മാപ്പ് ഓഫ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടമാണ് തന്നിരിക്കുന്നത്. എന്താണ് മക്കളെ മാപ്പ്? വാട്ട് ഈസ് എ മാപ്പ്? എ മാപ്പ് ഈസ് എ ഡ്രോയിങ് ഓഫ് എ പ്ലേസ്. ഇറ്റ് ഷോസ് റോഡ്സ്, റിവേഴ്സ്, ബിൽഡിങ്സ് ആൻഡ് ഫീൽഡ്സ്. സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് ആണ് മാപ്പ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള സിമ്പിൾസിലൂടെ, ചിഹ്നങ്ങളിലൂടെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു മാപ്പ് കാണുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതായത് റോഡ്സ്, വഴികൾ, പുഴകൾ, കെട്ടിടങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പാണ്. മാപ്പ് മക്കൾ ശ്രദ്ധിച്ച് നോക്കിയല്ലോ. സൈഡിൽ ബോക്സിൽ അതിൻ്റെ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബൗണ്ടറി ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്, വാർഡ് ബൗണ്ടറി ഉണ്ട്, പഞ്ചായത്ത് റോഡുണ്ട്, നാഷണൽ ഹൈവേ, റിവർ, പാടി ഫീൽഡ്, സ്കൂൾ, ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്, പ്ലേ ഗ്രൗണ്ട്, പോണ്ട്, ഫോറസ്റ്റ്, അതെല്ലാം ഉണ്ട്. അതായത് സംസ്ഥാന അതിർത്തി, വാർഡ് അതിർത്തി, പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, പുഴ, നെൽവയൽ, പിന്നെന്താണ് സ്കൂൾ, ആശുപത്രി, പഞ്ചായത്ത് ഓഫീസ്, കളിസ്ഥലം, കുളം, കാട്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം. Let us observe the map of Nulpura, the Grama Panchayat in Kerala, which shares its border with both Tamil Nadu and Karnataka. ഓക്കെ, തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ആർ 17 വാർഡ്സ് ഇൻ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. എത്ര വാർഡുകളുണ്ട് മക്കളെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ? 17 വാർഡുകളുണ്ട്. വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് സ്കൂൾസ്? ഇവിടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ വാർഡുകളിലാണ് സ്കൂൾ ഉള്ളതെന്നാണ്. മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ഒന്ന് നോക്കി, ഏതൊക്കെ വാർഡിലാണ് സ്കൂളുകൾ ഉള്ളത്? സ്കൂളിൻ്റെ സിമ്പിൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഓക്കെ, 6 വാർഡിലാണ് ടോട്ടൽ സ്കൂളുകൾ ഉള്ളത്. വാർഡ് 6, 8, 10, 14, 16 ആൻഡ് 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് പാടി കൾട്ടിവേഷൻ? അതായത് ഏതൊക്കെ വാർഡുകളിലാണ് നെൽവയലുകൾ ഉള്ളത്? നെൽവയലുകളെ സൂചിപ്പിക്കുന്ന സിമ്പൽ ബോക്സിൽ നോക്കിയല്ലോ, പാടി ഫീൽഡിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ. സോ വാർഡ്സ് 1, 13 ആൻഡ് 15, ഒന്നാമത്തെയും 13ാമത്തെയും 15ാമത്തെയും വാർഡുകളിലാണ് പാടി ഫീൽഡ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വാർഡ് ഈസ് ദ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ്? ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഏത് വാർഡിലാണ്? 5ാമത്തെ വാർഡിലാണ് അല്ലേ, 5th വാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ വാർഡ്സ് ത്രൂ ദി റിവർ ഫ്ലോസ്? ഏതൊക്കെ വാർഡുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്? പുഴയുടെ സിമ്പൽ, റിവറിൻ്റെ സിമ്പൽ മക്കൾ മുകളിൽ ബോക്സിലൊന്ന് നോക്കിയേ. തിക്കായിട്ടുള്ള ബ്ലൂ കളർ കേർവ്ഡ് ലൈൻ ആണ് റിവറിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വാർഡ്സ് 6, 7, 8, 9, 10, 14, 15 ആൻഡ് 16. From the map, what helped us to find out the school and paddy fields? ഭൂപടത്തിൽ നിന്ന് സ്കൂൾ കണ്ടെത്താനും നെൽവയൽ കണ്ടെത്താനും നമ്മെ സഹായിച്ചത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ സഹായിച്ചത്? എന്ത് നോക്കിയിട്ടാണ് മക്കൾ ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്തത്? മാപ്പ്, സിമ്പിൾസ് ആൻഡ് ഇൻഡെക്സ്. സിമ്പിൾസും ഇൻഡെക്സുമാണല്ലേ. ഈ സിമ്പിൾസും ഇൻഡെക്സും, ചിഹ്നങ്ങളും സൂചകങ്ങളും ഉപയോഗിച്ചാണ് ഓരോ സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയത്. നെക്സ്റ്റ് പേജ് നോക്കിയേ മക്കളെ. ദർ ആർ സൈൻസ് ആൻഡ് സിമ്പിൾസ് ടു മാർക്ക് ബിൽഡിങ്സ്, വാട്ടർ ബോഡീസ്, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചറൽ റിസോഴ്സസ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ എ മാപ്പ്. ദീസ് ആർ നോൺ ആസ് ഇൻഡെക്സ് ഓഫ് എ മാപ്പ്. കെട്ടിടങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, വനങ്ങൾ, വന്യജീവി സങ്കേതം തുടങ്ങിയവ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് സൂചിക എന്ന് പറയുന്നത്.
തൊട്ട് മുന്നേയുള്ള മാപ്പിൽ തന്നിരിക്കുന്ന സിമ്പിൾസും ഇൻഡെക്സും ഒക്കെ യൂസ് ചെയ്താണ് ഓരോ സ്ഥലങ്ങളും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തത് അല്ലേ. സോ ഇൻഡെക്സ് എന്താണ്? ദ ഇൻഡെക്സ് ടെൽസ് us വോട്ട് ഈച്ച് സിമ്പിൾ മീൻസ്. സൈഡിലൊരു സിമ്പിൾ തന്നിരിക്കുന്നു, അതെന്താണെന്ന് തരുന്നു, അതാണ് ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ സിമ്പിളും മീൻ ചെയ്യുന്നത് എന്താണ്, ഓരോ ചിഹ്നങ്ങളും എന്താണ് എന്നുള്ളതാണ് സിമ്പിൾ. We can find a river, a school, a forest and a road by looking at the indicators. Without the index, the map is hard to read. അതായത് ഈ ഇൻഡെക്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഈ സിമ്പിൾസ് ഒക്കെ എന്താണെന്ന്? കണ്ടാൽ പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നുന്ന സിമ്പിൾസും ധാരാളമുണ്ടല്ലേ. സോ ഇൻഡെക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So children, maps speak through symbols. When we learn symbols, we can read any map easily. Symbols നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് മാപ്പും നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നത് എക്സാമിൻ ദി മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാർഡ്. ഭൂപടം പരിശോധിച്ച് ഓരോ വാർഡിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര വാർഡ്സ് ഉണ്ടായിരുന്നു മക്കളെ? 17 വാർഡുകൾ ഉണ്ടായിരുന്നു. ഈ 17 വാർഡുകളുടെയും സവിശേഷതകൾ നമ്മൾ കണ്ടെത്തണം. ഫീച്ചേഴ്സ്, വാർഡ് നമ്പർ താഴോട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വാർഡിലെ പ്രത്യേകത തന്നിരിക്കുന്നത്, സവിശേഷത തന്നിട്ടുള്ളത് പാടി ഫീൽഡ്സ്, ഫോറസ്റ്റ് ഏരിയാസ്, നെൽവയലുണ്ട്, വനപ്രദേശമുണ്ട്. ഇനി സെക്കൻഡ് വാർഡിലേത് നമുക്ക് നോക്കാം. ഫോറസ്റ്റ് ഉണ്ട്, പഞ്ചായത്ത് റോഡ് ഉണ്ട്. വാർഡ് 3 ഫോറസ്റ്റ്, പഞ്ചായത്ത് റോഡ്. 4 ഫോറസ്റ്റ്. 5 ഹോസ്പിറ്റൽ. 6 സ്കൂൾ. 7 river, forest, national highway. 8 school, forest, panchayat road and river. 9 river, forest, panchayat road, national highway. 10 school and river. 11 panchayat road. 12 panchayat road. 13 paddy cultivation and panchayat road. 14 school, river. 15 paddy cultivation, river. 16 പഞ്ചായത്ത് ഓഫീസ്, സ്കൂൾ, റിവർ, നാഷണൽ ഹൈവേ. 17 നാഷണൽ ഹൈവേ, സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. പിന്നെ മക്കളെ പഞ്ചായത്ത് റോഡ് എല്ലാ വാർഡ്സിലൂടെയും കടന്നു പോകുന്നുണ്ട്. ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് എക്സാമിൻ ദി മാപ്പ് ഓഫ് ദി ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഫീച്ചേഴ്സ്. നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് സവിശേഷതകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പേജ്. ത്രൂ കേരള, കേരളത്തിലൂടെ. എക്സാമിൻ ദി മാപ്പ് ഗിവൺ ബിലോ, താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടം പരിശോധിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മക്കൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ, എന്തൊക്കെ നമുക്കിതിൽ കാണാം. വി ക്യാൻ സീ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, അറേബ്യൻ സീ, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, റോഡ്സ് ആൻഡ് റെയിൽവേസ്, എയർപോർട്ട്സ് ആൻഡ് സീ പോർട്ട്സ്. വി ലേൺ ദി സീ ഈസ് ഓൺ ദി വെസ്റ്റ് സൈഡിലാണ് അറേബ്യൻ സീ അല്ലേ. സം ഡിസ്ട്രിക്ട്സ് ടച്ച് ദ സീ ആൻഡ് സം ഡിസ്ട്രിക്ട് ടച്ച് അതർ സ്റ്റേറ്റ്സ്. ഓക്കെ ഡിയേഴ്സ്, നെക്സ്റ്റ് പേജ് നോക്കിയേ. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഈസ് ദ അറേബ്യൻ സീ. കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാപ്പ് നോക്കിയ മക്കളെ, വെസ്റ്റിലാണ് അറബിക്കടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡിസ്ട്രിക്ട് അറ്റ് ദ സദേൺ എൻഡ് ഓഫ് കേരള. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് എയർപോർട്ട്സ്. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ആൻഡ് കണ്ണൂർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹാവ് സീ പോർട്ട്സ്. അതായത് തുറമുഖങ്ങളുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, എറണാകുളം ആൻഡ് കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ്. റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇടുക്കിയും വയനാടുമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം, മലപ്പുറം, തൃശ്ശൂർ, കൊല്ലം. വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഹാവ് സീ ഷോർസ്. ഏതെല്ലാം ജില്ലകൾക്കാണ് കടൽ തീരങ്ങൾ ഉള്ളത്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. പ്രിപ്പയർ എ ഹാൻഡ് റിട്ടൺ മാഗസിൻ എബൌട്ട് കേരള ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്. കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തെക്കുറിച്ച് ഒരു പതിപ്പ് എഴുതി തയ്യാറാക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്.
നെക്സ്റ്റ് ടോപ്പിക് റിവേഴ്സ് ഓഫ് കേരള ആണ്. കേരളത്തിലെ നദികൾ. കേരള is a land with plenty of paddy fields, streams, rivers, backwaters and lakes. They enhance the charm of our state. ധാരാളം വയലുകളും അരുവികളും കായലുകളും നദികളുമുള്ള ഭൂപ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇവ കേരളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. There are 44 rivers in Kerala. 41 rivers flow towards the west and 3 rivers flow to the east. കേരളത്തിലാകെ എത്ര നദികളുണ്ട് മക്കളെ? 44 നദികളുണ്ട്. ഇതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഓക്കെ, യൂസിങ് ദ മാപ്പ് ഗിവൺ ഇൻ ദ നെക്സ്റ്റ് പേജ്, ഫൈൻഡ് ഔട്ട് ദി റിവേഴ്സ് ദാറ്റ് ഫ്ലോ ടു ദി ഈസ്റ്റ് ആൻഡ് ദി ഡിസ്ട്രിക്ട്സ് ഫ്രം വിച്ച് ദേ ഓറിജിനേറ്റ്. കിഴക്കോട്ടൊഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞത്. വൈ ഡു മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഫ്ലോ ടുവേർഡ്സ് ദി വെസ്റ്റ്? ഡിസ്കസ്. കൂടുതൽ നദികളും പടിഞ്ഞാറോട്ടൊഴുകുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും അതിൻ്റെ കാരണം? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നറിയോ മക്കളെ? കേരളത്തിലെ പല നദികളും പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിഴക്ക് ഭാഗമെന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുമാണ്. വെള്ളം എപ്പോഴും എങ്ങനെയാണ് ഒഴുകുന്നത്? ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്കല്ലേ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നദികൾ അറബിക്കടലിലേക്ക്, അതായത് പടിഞ്ഞാറേ ദിക്കിലോട്ട്, വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്. സോ നമുക്കത് എങ്ങനെയൊന്ന് എഴുതാം കൺക്ലൂഡ് ചെയ്ത്? മോസ്റ്റ് റിവേഴ്സ് ഇൻ കേരള സ്റ്റാർട്ട് ഫ്രം ദി വെസ്റ്റേൺ ഗട്ട് മൗണ്ടൻസ്. ദി ലാൻഡ് ഈസ് ഹൈ ഇൻ ദി ഈസ്റ്റ്. ദി അറേബ്യൻ സീ ഈസ് ഇൻ ദി വെസ്റ്റ്. വാട്ടർ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ ലാൻഡ് ടു ലോ ലാൻഡ്. സോ ദി റിവേഴ്സ് ഫ്ലോ ഡൗൺ ദി സ്ലോപ്പ് ഫ്രം ദി മൗണ്ടൻസ് ടു ദി സീ. ദാറ്റ് ഈസ് വൈ മോസ്റ്റ് റിവേഴ്സ് ഇൻ കേരള ഫ്ലോ ടുവേർഡ്സ് ദി വെസ്റ്റ്. കേരളത്തിൽ ടോട്ടൽ 44 റിവേഴ്സ് ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 41 എണ്ണമാണ് വെസ്റ്റിലോട്ട്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. 3 എണ്ണം ഈസ്റ്റിലോട്ടും ഒഴുകുന്നു. നമുക്ക് കേരളത്തിലെ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. മഞ്ചേശ്വരം പുഴ, ഉപ്പളപ്പുഴ, ഷിറിയ, മോഗ്രാൽ, ചന്ദ്രഗിരി, ചിറ്റാരി, നീലേശ്വരം, കരിയങ്ങോട്, കവ്വായ്, പെരുവമ്പ, രാമപുരം, കുപ്പം, വളപട്ടണം, അഞ്ചരക്കണ്ടി, തലശ്ശേരി, മാഹി, കുറ്റ്യാടി, കോരപ്പുഴ, കല്ലായ്, ചാലിയാർ, കടലുണ്ടി, തിരൂർ, ഭാരതപ്പുഴ, കീച്ചേരി, പുഴയ്ക്കൽ, കരുവന്നൂർ, ചാലക്കുടി, പെരിയാർ, മൂവാറ്റുപുഴ, മീനച്ചിൽ, മണിമല, പമ്പ, അച്ചൻകോവിൽ, പള്ളിക്കൽ, കല്ലട, ഇത്തിക്കര, അയിരൂർ, വാമനപുരം, മാമം, കരമന, നെയ്യാർ. ഇത്രയുമാണ് വെസ്റ്റിലോട്ട്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പുഴകൾ. ഇനിയുള്ള 3 എണ്ണം ഈസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. നെക്സ്റ്റ് ടോപ്പിക് തന്നിരിക്കുന്നത് ബാക്ക് വാട്ടേഴ്സ് അഥവാ ലേക്സ്, കായലുകളാണ്. There are 34 backwaters in Kerala. Among them, some are larger than others. Out of these, 27 are connected with the sea and the remaining 7 are inland backwaters. അതായത് കേരളത്തിൽ വലുതും ചെറുതുമായ 34 കായലുകൾ, ലേക്സ് ഉണ്ട്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. ശേഷിക്കുന്ന 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. കേരളത്തിൻ്റെ ഒരു മാപ്പാണ് തന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദി റിവേഴ്സ് ആൻഡ് ലേക്സ് മാർക്ക് ഓൺ ദ ഗിവൺ മാപ്പ്. ഈ മാപ്പിൽ ലേക്സും റിവേഴ്സും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദ റിവേഴ്സ് ഫ്ലോവിങ് ത്രൂ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ്? അതായത് ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ ആൻഡ് പമ്പ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ 1 ഡിസ്ട്രിക്റ്റ് ഓൺലി? ഒരു ജില്ലയിൽ കൂടി മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെ? 2 എണ്ണമാണ് ഉള്ളത്. കരമന റിവർ ആൻഡ് മഞ്ചേശ്വരം റിവർ. തേർഡ് ക്വസ്റ്റ്യൻ, ആർ ദെയർ എനി ഡിഫറൻസസ് ബിറ്റ്വീൻ റിവേഴ്സ് ആൻഡ് ലേക്സ്? നദികളും കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നെക്സ്റ്റ് പേജിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. റിവറിൻ്റെ സ്പെഷ്യാലിറ്റി എഴുതിയിരിക്കുന്നത് ഫ്ലോവിങ് അറ്റ് ലെങ്ത് എന്നാണ്. ലേക്സ് ആണെങ്കിൽ സ്പ്രെഡ് വൈഡ് എക്രോസ് ആൻ ഏരിയ, അതായത് നദികൾ നീളത്തിലൊഴുകുമ്പോൾ കായലുകൾ പരന്നു കിടക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം മക്കളെ? റിവേഴ്സ് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, ലേക്സ് ആണെങ്കിലോ ഒഴുകുന്നില്ല. സോ എങ്ങനെ എഴുതാം? ഫ്ലോവിങ് വാട്ടർ ബോഡീസ് ആണ് റിവർ, ലേക്സ് സ്റ്റിൽ വാട്ടർ ബോഡീസ് ആണ്. വേറെ എന്തൊക്കെ പോയിന്റ്സ് എഴുതാം?
റിവേഴ്സ് ലോങ് ആൻഡ് നാരോ ആണ്. ലേക്സോ വൈഡ് ആൻഡ് റൗണ്ട്. റിവേഴ്സ് ഫ്ലോസ് ടുവേർഡ്സ് സീസ് ഓർ ഓഷ്യൻസ്. ലേക്സോ മക്കളെ കളക്ട് വാട്ടർ ഇൻ വൺ പ്ലേസ്. റിവേഴ്സ് ഹാവ് എ സ്റ്റാർട്ടിംഗ് പ്ലേസ്. ലേക്സിന് അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടോ? ഇല്ല. ഡു നോട്ട് ഹാവ് എ സോഴ്സ്. റിവേഴ്സിനുള്ള 2 എക്സാമ്പിൾ പറഞ്ഞേ. പെരിയാർ ആൻഡ് പമ്പ. ലേക്സിനോ? വേമ്പനാട് ലേക്ക്. നെക്സ്റ്റ് നമുക്ക് ലെറ്റ്സ് അസസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് മേക്ക് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. താഴെ തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിച്ചിട്ട് ഏറ്റവും ഉചിതമായ സ്റ്റേറ്റ്മെൻറ്റിന് ടിക്ക് അടയാളം ഇടുക. ക്വസ്റ്റ്യൻ എ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ കോളേജ് ഈസ് ദ മ്യൂസിയം സിറ്റുവേറ്റഡ്? സൗത്ത് ഈസ്റ്റ്, സൗത്ത്. കോളേജിൻ്റെ ഏതു ദിശയിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? തെക്കു കിഴക്ക് ഭാഗത്ത്, തെക്ക് ഭാഗത്ത്. ഏതാണ് ആൻസർ? സൗത്ത് ഈസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ബി, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പാർക്ക് ഈസ് ദ പോണ്ട് ലൊക്കേറ്റഡ്? പാർക്കിൻ്റെ ഏതു ദിശയിലാണ് കുളം? നോർത്ത് ഓർ നോർത്ത് ഈസ്റ്റ്? വടക്ക് ഭാഗത്താണോ വടക്ക് കിഴക്ക് ഭാഗത്താണോ? നോർത്ത് ഈസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ സി, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഈസ് ദ കോളേജ് സിറ്റുവേറ്റഡ്? പോലീസ് സ്റ്റേഷൻ്റെ ഏതു ദിശയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് ഓർ നോർത്ത് വെസ്റ്റ്? വടക്കാണോ അതോ വടക്ക് പടിഞ്ഞാറാണോ? നോർത്ത് വെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ എ പേഴ്സൺ ഈസ് ലുക്കിംഗ് അറ്റ് ദി മാപ്പ്, ടു വിച്ച് ഡയറക്ഷൻ ഓൺ ദ മാപ്പ് ഡസ് ഹിസ് റൈറ്റ് സൈഡ് പോയിന്റ് ടു? ഒരു ഭൂപടത്തെ നോക്കി നിൽക്കുന്ന ആളിൻ്റെ വലതുവശം ഭൂപടത്തിലെ ഏത് ദിക്കിന് നേരെ ആയിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഓർ നോർത്ത്? ഏതാണ്? കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ? ഈസ്റ്റ് ആണ്, കിഴക്കാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി അതർ സ്കൂൾസ് ആർ ദെയർ ഇൻ ദി ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്? നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്കൂളുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ മക്കളുടെ പ്രദേശത്തുള്ള ഡീറ്റെയിൽസ് വെച്ച് എഴുതുക. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിയ ഈസ് ട്രാവലിംഗ് വിത്ത് ഹെർ ഫാമിലി ഫ്രം തിരുവനന്തപുരം ടു കോഴിക്കോട് ബൈ ട്രെയിൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ആർ ദേ ട്രാവലിംഗ്? ലിയ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഏത് ദിശയിലാണ് അവർ യാത്ര ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ദിശയിലാണ്? നോർത്ത് ആണ് ആൻസർ. നെക്സ്റ്റ് 2 എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. കളക്ട് ദ മാപ്പ് ഓഫ് യുവർ ഗ്രാമപഞ്ചായത്ത് ആൻഡ് മാർക്ക് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്ലേ ഗ്രൗണ്ട്സ്, മെയിൻ റോഡ്സ്, റിവേഴ്സ്, റെയിൽവേ ലൈൻസ്, അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആൻഡ് ഫോറസ്റ്റ് ഏരിയാസ്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം ശേഖരിച്ച് പൊതുസ്ഥാപനങ്ങൾ, കളിസ്ഥലങ്ങൾ, പ്രധാന റോഡുകൾ, പുഴകൾ, റെയിൽവേ പാളങ്ങൾ, കൃഷി സ്ഥലങ്ങൾ, വനപ്രദേശങ്ങൾ തുടങ്ങിയവ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് ദ മേജർ റിവേഴ്സ് ആൻഡ് ലേക്സ് ഇൻ യുവർ ഡിസ്ട്രിക്റ്റ് ആൻഡ് മാർക്ക് ദം ഓൺ ദി മാപ്പ്. നിങ്ങളുടെ ജില്ലയിലെ പ്രധാന നദികളും കായലുകളും കണ്ടെത്തി ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. Okay dears, bye for now and see you in next class. Thank you for watching.